റവ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്നതാണിത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ പകുതി, അല്ലെങ്കിൽ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാം. അതും ഇതുപോലെ നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതും ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ചെറിയൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു വറ്റൽ മുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു മാറ്റി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം കുറച്ച് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കണം. ആ ഒരു മൂപ്പിച്ചെടുത്തിട്ടുള്ള മുളകും കറിവേപ്പൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് വരണം. അതുപോലെ ആ ഒരു സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത്. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള റവ ചേർത്ത് കൊടുക്കാൻ. ബാക്കിയുള്ള റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് നോക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം കൂടി പോവരുത്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കാരണം സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ കുഴച്ചെടുക്കുന്ന സമയത്ത് തേങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ലാസ്റ്റ് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊരു മാവ് ആക്കാൻ പറ്റുന്ന അത്രയും വെള്ളം മതി. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ദോശക്കല്ലാണ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നെയ്യൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പാനിൽ വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ കനം കുറച്ചിട്ട് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കാം. ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പരത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വാഴയിലയിൽ പരത്തിയിട്ട് ആ ഒരു വാഴയില ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടും തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു വാഴയില അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ അങ്ങ് പരത്തി കനം കുറച്ചിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗമൊക്കെ ഒന്നങ്ങ് ഡ്രൈ ആയി വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം. നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ ഒന്നങ്ങ് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ഈ ഒരു റവ അടയിലേക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉടുപ്പി മാംഗ്ലൂർ സ്റ്റൈലിലുള്ള ഒരു റൊട്ടിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്